Hello my dear students, welcome back to our educational channel Concept Angle. I am Vaisakh, faculty in physics. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു വീഡിയോ ചെയ്യാനാണ്. അതെന്താണ് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാര്യം എൻ്റെ തംബ്നെയിലും നമ്മുടെ സ്ക്രീനിലെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കാണുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വീക്കിൽ ഞാനൊരു റിലേറ്റീവ് മോഷനിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു റെയിൻ മാൻ അംബ്രലയുടെ ഒരു കോൺസെപ്റ്റ്. അതിലൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമ്മളത് സോൾവ് ചെയ്തിരുന്നു. കുറേ കുട്ടികളത് കണ്ടു, വിളിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സജഷൻസും കുറേ ചെയ്യേണ്ട വീഡിയോസിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ എനിക്ക് കിട്ടി. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തൊരു സെക്ഷനാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. റൊട്ടേഷണൽ ഡൈനാമിക്സിലെ ടോർക്ക്, ആംഗുലാർ മൊമെൻറ്റം. ഈ ടോപ്പിക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു മിസ്കൺസെപ്റ്റ് വേണ്ട. ഇത് വളരെ ഈസി ആയൊരു ടോപ്പിക്കാണ്. നമുക്ക് ചില കോൺസെപ്റ്റുകളിലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലമാണ് ഈ ക്വസ്റ്റ്യൻ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിഹരിക്കാൻ പോവുകയാണ്. എൻ്റെ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ടോർക്കിലെയും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും ഒക്കെ നീറ്റ് ലെവലിലെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ടോപ്പിക്. ടോർക്കിൻ്റെ കോൺസെപ്റ്റിന് മുമ്പായിട്ട് നമുക്ക് ഫോഴ്സിൻ്റെ ഒരു ചെറിയ റിവിഷൻ ആവശ്യമുണ്ട്. ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം, ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ലീനിയർ മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ടാണ് ഫോഴ്സ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്കിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഫോഴ്സ് വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. പക്ഷേ ഫോഴ്സിന് കഴിയാത്തത് എന്താണ് ടോർക്കിന് കഴിയുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ടോർക്ക് മീൻസ് ഒരു ബോഡിയിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ ബോഡിക്ക് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മോഷൻ കിട്ടും. ആ മോഷൻ എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷനാണ്. ഒരു ബോഡിയിൽ ടോർക്ക് ആക്ട് ചെയ്യും, ഐ മീൻ എക്സ്റ്റേണൽ ടോർക്ക്. വെൻ ആൻ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ എ ബോഡി ദർ വിൽ ബി സം റൊട്ടേഷണൽ മോഷൻ ഇൻഡ്യൂസ്ഡ്. ബട്ട് in case when a body is subjected to a certain force, there will be a kind of linear motion or linear acceleration will be produced in the body. For example, I have a toy car in front of me. Now I am giving a slight push on it. Look, the toy car has moved, which means when I am applying a force for a particular time interval, the body has regained or the body has gained some velocity, which means the body has achieved some linear momentum over there. So this is the importance of force. Now what about torque? ഒരു ബോഡിയിൽ ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ, ഐ മീൻ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് ഉണ്ടാകുന്ന മോഷൻ. ഇപ്പോൾ നമ്മൾ കണ്ടു, ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ബോഡിക്ക് ലീനിയർ മോഷൻ ഉണ്ടായി. അപ്പോൾ ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ ബോഡിക്ക് റൊട്ടേഷണൽ മോഷൻ ആണ് ഉണ്ടാകുന്നത്. അതെങ്ങനെ ആണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ടോർക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? എന്തുകൊണ്ട് ഒരു ബോഡിയിൽ ടോർക്ക് ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ഒരു ബോഡിയിൽ റൊട്ടേഷണൽ മോഷൻ ഡെവലപ്പ് ചെയ്യുന്നു? എന്തുകൊണ്ട് ബോഡിയിൽ ആംഗുലാർ ആക്സലറേഷൻ ഡെവലപ്പ് ചെയ്യുന്നു? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദ ടോർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലൈവ് ഡെമോൺസ്ട്രേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സ്റ്റാൻഡ്, ഒരു ലിവറാം. ഈ ലിവറാം ഇവിടെ പിവട്ട് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഈ ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ടായിരിക്കും ഈ ലിവറാമിന് എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വെയിറ്റ് ഉണ്ട്. ഞാൻ ഈ വെയിറ്റ് ഈ ലിവറാമിൻ്റെ 3 പോയിൻറ്റ്സിൽ ലോക്ക് ചെയ്യും. പോയിൻറ്റ് എ, പോയിൻറ്റ് ബി, പോയിൻറ്റ് സി. ഈ 3 പോയിൻറ്റ്സിലും ലോക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ലിവർ ആം ഡിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിഫ്ലക്ഷൻ ഓഫ് ദ ലിവർ ആം എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ലിവർ ആമിൻ്റെ ഡിഫ്ലക്ഷൻ്റെ പാത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇറ്റ് വിൽ ബി ആൻ ആർക്ക്. ആർക്ക് മീൻസ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ, which means the motion is circular, or we can tell that the motion is rotational. So let us see what is going to happen. അപ്പോൾ ഇത് പോയിൻ്റ് എ, ഇത് പോയിൻ്റ് ബി, ഇത് പോയിൻ്റ് സി. ആദ്യം നമുക്ക് ഈ വെയിറ്റ് പോയിൻ്റ് എയിലിട്ട് നോക്കാം എന്ത് സംഭവിക്കും. നമുക്ക് നോക്കാം. ചെറിയ രീതിയിലൊരു ഡിഫ്ലക്ഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ പോയിൻ്റ് എയിൽ ഒരു ചെറിയ രീതിയിൽ ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് എയിൽ എന്തുകൊണ്ട് ഡിഫ്ലക്ഷൻ വന്നു എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഡിഫ്ലക്ഷൻ വന്നതെന്ന് ആണ് ആദ്യം പറയാൻ പോകുന്നത്. ഒന്ന്, ഇതൊരു വെയിറ്റാണ്. വെയിറ്റ് ഇസ് mg, ഗ്രാവിറ്റേഷണൽ പുൾ ബൈ ദ എർത്ത്, വിച്ച് മീൻസ് ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പോയിൻ്റ് എയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ഡിഫ്ലക്ഷൻ കണ്ടു. ഇനി നമുക്ക് അടുത്തത് നോക്കാം.
This is point B. Point ബിയിലേക്ക് നമ്മളിത് ഇട്ടു. ക്ലിയർലി വിസിബിൾ, പഴയതിനേക്കാൾ കൂടുതൽ ഡിഫ്ലക്ഷൻ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും ഞാനിട്ട വെയിറ്റ് സെയിം ആണ്. പക്ഷേ ഡിഫ്ലക്ഷൻ കൂടി, ആർക്ക് ലെങ്ത് കൂടി, റൊട്ടേഷണൽ മോഷൻ കൂടി. ഇനി ലാസ്റ്റ് വൺ പോയിന്റ് സി നോക്കുക. മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് സി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് 3 പോയിന്റിലും തൂക്കിയിട്ടപ്പോൾ നമ്മളിത് കണ്ടു എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. എ ബി സി, എയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ കൂടി, വിച്ച് മീൻസ് അതിൻ്റെ ടോർക്കിൻ്റെ ആ ഒരു ടേണിങ് എഫക്റ്റ് കൂടി. അപ്പോൾ എന്താണ് ടോർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലായി. അതായത് ഫോഴ്സ് പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഓരോ പ്രാവശ്യവും ഡിഫ്ലക്ഷൻ ഡിഫറൻ്റ് ആണ്, വിച്ച് മീൻസ് ഓരോ പ്രാവശ്യം ടോർക്കിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ടോർക്കിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ കൂടി. അതിനർത്ഥം ഒരു ബോഡിയിൽ ടോർക്ക്, എക്സ്റ്റേണൽ ടോർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. വൺ ഈസ് ഫോഴ്സ്. അത് ഈ 3 കേസിലും ഈ ഫോഴ്സ് സെയിം ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഡിഫ്ലക്ഷൻ ഡിഫറൻ്റ് ആയി? 3 പോയിന്റിലാണ് തൂക്കിയിട്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു ടേം ഞാനിവിടെ കൊണ്ടുവരികയാണ്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. സോ ടോർക്ക് ഈസ് ആക്ച്വലി എ ഫിനോമിന വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ 2 ഫാക്ടേഴ്സ്. ഫാക്ടർ 1 ഫോഴ്സ്, ഫാക്ടർ 2 പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഈ ഒരു പോയിന്റിലാണ് ഇതിനെ പിവട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇവിടെയാണ്. ഇതിന് അബൌട്ടായിട്ടാണ് ഇത് ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് അങ്ങനെ കിടന്ന് ഒരു ആർക്ക് ഫോമിൽ ഇത് മൂവ് ചെയ്യുന്നു. സോ പോയിന്റ് എ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. പോയിന്റ് ബി അതിനേക്കാൾ കൂടുതലാണ്. പോയിന്റ് സി ആണ് ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ്. അപ്പോൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ഫ്രോം ആക്സിസ് ഓഫ് റൊട്ടേഷൻ കൂടുന്നതനുസരിച്ച് റൊട്ടേഷണൽ മോഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു, വിച്ച് മീൻസ് ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നു. സോ ടോർക്ക് ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. വൺ ഈസ് ഫോഴ്സ് ആൻഡ് അതർ ഈസ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം, ശ്രദ്ധിക്കുക. ഈ സ്റ്റാൻഡ് പഴയതുപോലെ നേരെയാക്കി. ഞാൻ എൻ്റെ ഹാൻഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പാം ഉപയോഗിച്ച് ഈ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇതിന് ഷെയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ ഒരു തരത്തിലും ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ നോക്കുക, വെയിറ്റ് ഹാങ് ചെയ്തിരുന്ന സമയത്ത് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പെർപെൻഡിക്കുലർലി ഡൗൺവേർഡ് ആയിരുന്നു. എയിൽ ഞാൻ ഹാങ് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു ലൈൻ ഓഫ് ആക്ഷൻ, ബിയിൽ ഇങ്ങനെയാണ് ലൈൻ ഓഫ് ആക്ഷൻ, സിയിൽ ഇങ്ങനെയാണ് ലൈൻ ഓഫ് ആക്ഷൻ. So the entire line of action is vertically downward when the weight was hanging downward. ഇനി ഞാൻ അതേ വെയിറ്റിന് ഇക്വലൻ്റ് ആയിട്ടൊരു ഫോഴ്സ് എൻ്റെ കൈ ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ ഇതിൽ പുഷ് ചെയ്യുന്നു. നമുക്കറിയാം ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ. ഒരു ഡിഫ്ലക്ഷനും ഇതിൽ കാണുന്നില്ല. ഷെയ്ക്ക് അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഡിഫ്ലക്ഷൻ ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. വിച്ച് മീൻസ് എൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് when it is passing through the pivot or when the line of action of force is passing through the axis of rotation, there is no turning effect. അപ്പോൾ ടോർക്ക് അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ടോർക്ക് ഉണ്ടാവാത്ത കണ്ടീഷൻ എന്താണ്? when the line of action of force passes through the axis of rotation or the given reference point, there will not be any torque. അപ്പോൾ when the line of action of force when it passes through the axis of rotation, there will not be any torque. So what is torque? Torque is turning effect of force. Torque ഫോഴ്സിൻ്റെ ഒരു ടേണിംഗ് എഫക്റ്റ് ആണ്. അപ്പോൾ ടോർക്കിന് 2 ഫാക്ടേഴ്സ് വേണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഒന്നെന്താണ്? ഫോഴ്സ്. രണ്ടെന്താണ്? പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. പക്ഷേ ടോർക്ക് ഉണ്ടാവാതിരിക്കാനുള്ള സ്പെഷ്യൽ കണ്ടീഷനാണ് ഞാൻ ഈ പറഞ്ഞത്. when the line of action of force when it passes through the given axis of rotation, there will not be any torque, which means there will not be any turning effect. ഇതാണ് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനിലൂടെ നമുക്ക് ഇതിൻ്റെ തിയറിറ്റിക്കലി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും എങ്ങനെ ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ടോർക്കിൻ്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ ന്യൂമറിക്കൽ സോൾവ് ചെയ്യാം, അതാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. Now you can see a wheel rotating at the background. I am going to explain you how the wheel rotates by applying forces on various edges. I will also teach you how to find the direction of the torque. So please watch and listen carefully. So torque on a വീൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എ ബി സി ഡി 4 പോയിൻ്റ്
അപ്പോൾ നമ്മളിവിടെയൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഓരോരോ പോയിന്റിൽ ടോർക്ക് കണ്ടുപിടിക്കുകയാണ്. കണ്ടുപിടിക്കുമ്പോൾ നമ്മളതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കും. അപ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു പേനയും പേപ്പറും എടുത്ത് നോട്ട് ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡെറിവേഷൻസ് ഉണ്ടാവും, അതിൻ്റെ ഡയറക്ഷൻ്റെ ട്രിക്ക് പറയും, എല്ലാം ശ്രദ്ധിച്ചിരിക്കുക. സോ ഫസ്റ്റ് കൺസിഡർ പോയിന്റ് എ. ഈ പോയിന്റ് എ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ പോയിന്റ് എയിൽ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ABCD എന്ന 4 പോയിന്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഐ എം അസ്യൂമിങ് ദാറ്റ് the wheel is rotating about the center. So the axis of rotation is the center of the wheel. Remember, the axis of rotation is the center of the wheel, which means we are considering the reference point at the center. ഇനി ഫസ്റ്റ് ഞാൻ ഫോഴ്സ് വരച്ചു. ഇനി ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 1, ത്രൂ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഡ്രോ ദ ലൈൻ ഓഫ് ആക്ഷൻ. ലൈൻ ഓഫ് ആക്ഷൻ ആദ്യം വരയ്ക്കണം. ലൈൻ ഓഫ് ആക്ഷൻ മീൻസ് ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ. എന്താണോ ഫോഴ്സ്, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷന് ഒരു ലൈൻ ഓഫ് ആക്ഷൻ ആദ്യമേ വരച്ചിടുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓർ ഫ്രം ദ റെഫറൻസ് പോയിന്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് എക്സ്റ്റെൻഡ് ഇറ്റ്. ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ആൻഡ് ദെൻ എക്സ്റ്റെൻഡ് ഇറ്റ്. സോ ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ and then extend it. So this is also another vector. This is radius vector. അപ്പോൾ നമുക്ക് 2 വെക്റ്റർ കിട്ടി. ഒന്ന് ഫോഴ്സ്, അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആദ്യം വരച്ചു. 2 സെൻറ്റർ എടുത്തു. സെൻറ്ററാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അവിടെ നിന്ന് ലൈൻ ഓഫ് ആക്ഷനിലേക്ക് ഒരു വെക്റ്റർ വരച്ചു. അതിൻ്റെ പേര് റേഡിയസ് വെക്റ്റർ. ആൻഡ് ഈ സെൻറ്ററിൽ നിന്ന് ഈ ലൈൻ ഓഫ് ആക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്കിൻ്റെ റേഡിയസ് ആണ്. സോ 2 വെക്റ്റർ നമുക്ക് കിട്ടി, റേഡിയസ് വെക്റ്ററും ഫോഴ്സ് വെക്റ്ററും. ഇനി ശ്രദ്ധിച്ചോളുക, ടോർക്കിൻ്റെ ഡെഫിനിഷൻ ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു R ക്രോസ് എഫ്. ടോർക്ക് ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണെന്ന് തൊട്ട് മുമ്പത്തെ സെഷനിൽ ഞാൻ പറഞ്ഞു. ടേണിംഗ് എഫക്റ്റ് വരുന്നുണ്ട്, ഇത് രണ്ടും വെക്റ്റേഴ്സാണ്. ടേണിംഗ് എഫക്റ്റ് വരുമ്പോൾ വി ഹാവ് ടു യൂസ് ദ ക്രോസ് പ്രൊഡക്റ്റ്. കിട്ടുന്ന പ്രോഡക്റ്റിന് ഡയറക്ഷൻ ഉണ്ട് എന്നുറപ്പാണെങ്കിൽ അത് വെക്റ്റർ പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റാണ്. കിട്ടുന്ന പ്രോഡക്റ്റ് സ്കെയിലാർ ആണ് എങ്കിൽ അവർ സ്കെയിലാർ പ്രൊഡക്റ്റാണ്, അവരെ വിളിക്കുന്നവർ ഡോട്ട് പ്രൊഡക്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഫോഴ്സും ആറും രണ്ടും വെക്റ്റേഴ്സാണ്. പക്ഷെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കരുത്, പകരം ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. ബിക്കോസ് ദർ ഈസ് ടേണിംഗ് എഫക്റ്റ് ഇൻ ദ വീൽ. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു R ക്രോസ് എഫ്. നമ്മൾ വെക്റ്റർ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഫോർമുല. സപ്പോസ് A ഈക്വൽ ടു B ക്രോസ് C എന്നാണെങ്കിൽ A ഇസ് ഈക്വൽ ടു B ഇൻറ്റു C ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. അപ്പോൾ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യുന്നു. ടോർക്ക് ഇസ് ഈക്വൽ ടു R ഇൻറ്റു മോഡുലസ് ഓഫ് F ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. R ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റേഡിയസ് വെക്റ്റർ, ദാറ്റ് ഈസ് റേഡിയസ്. F ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി എന്താണ് സൈൻ തീറ്റ? സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് വെക്റ്റർ ആൻഡ് ഫോഴ്സ് വെക്റ്റർ. ക്ലിയർലി ഇൻ ദ ഡയഗ്രാം ഇറ്റ് ഈസ് 90. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എൻ ക്യാപ്. എൻ ക്യാപ് is a unit vector which determines the direction of the product. So torque is a vector. So n cap shows the direction of the torque. അപ്പോൾ നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? ടോർക്കിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു ഡിറ്റർമൈൻ ഹൗ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ടോർക്ക്. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു R ഓഫ് സൈൻ തീറ്റ എൻ ക്യാപ്. ഇതാണ് ഫോർമുല. അപ്പോൾ എൻ ക്യാപ്പ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡയറക്ഷൻ ഓഫ് ദ ടോർക്ക്. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പോകുന്നു ടോർക്കിൻ്റെ. നമ്മൾ ആ വീല് കൺസിഡർ ചെയ്യുന്നു. വീലിലെ A എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ്. A എന്ന് പറയുന്ന സെക്ഷനിലായിരുന്നു നമ്മൾ ആദ്യമേ ടോർക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ ടോർക്കിൻ്റെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. റേഡിയസ് വെക്റ്റർ, ഫോഴ്സ്, ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ വരച്ചിരുന്നതാണ്. ആംഗിൾ 90. അപ്പോൾ എങ്ങനെയാണ് ടോർക്കിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നോക്കുക? വളരെ സിമ്പിളാണ്. ക്രോസ് പ്രൊഡക്റ്റാണ്. റേഡിയസ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ആദ്യം നോക്കുക. അത് ഈ ഒരു ഡയറക്ഷൻ. നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കുക. പ്ലേസ് ഓൾ ദ ഫോർ ഫിംഗേഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ റേഡിയസ് വെക്റ്റർ. റൈറ്റ് ഹാൻഡ്
റൈറ്റ് ഹാൻഡിലെ 4 ഫിംഗർ ഇൻ ദ ഡിറക്ഷൻ ഓഫ് റേഡിയസ് വെക്റ്റർ. അത് കഴിഞ്ഞിട്ട് റൊട്ടേറ്റ് ദാറ്റ് 4 ഫിംഗേഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ് വെക്റ്റർ. റൈറ്റ് ഹാൻഡ് എടുക്കുക, 4 വിരലെടുക്കുക, ഇങ്ങനെ വയ്ക്കുക. 4 വിരൽ എന്തിൽ ഡയറക്ഷനിൽ? അലോങ് ദ റേഡിയസ് വെക്റ്റർ. സോ 4 വിരൽ ഇൻ ദ ഡിറക്ഷൻ ഓഫ് റേഡിയസ് വെക്റ്റർ. റൊട്ടേറ്റ് ഇറ്റ് ടുവേർഡ്സ് ദ ഫോഴ്സ് വെക്റ്റർ. സോ ഐ എം റൊട്ടേറ്റിംഗ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് റേഡിയസ് വെക്റ്റർ. റൊട്ടേറ്റ് ഇറ്റ് ടുവേർഡ്സ് ദ ഫോഴ്സ് വെക്റ്റർ. അപ്പോൾ നോക്കുക, റൊട്ടേറ്റ് ഇറ്റ് ടുവേർഡ്സ് ദ ഫോഴ്സ് വെക്റ്റർ. തമ്പ് കണ്ടോ? തമ്പ് ഈസ് പോയിൻറ്റിങ് ടുവേർഡ്സ് യു. നിങ്ങളിലേക്കാണ് തമ്പ് പോയിന്റ് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ ടോർക്ക്? ഡയറക്ഷൻ ഓഫ് ദ ടോർക്ക് ഈസ് ടുവേർഡ്സ് യു, which means it is perpendicular to the board containing F and R. So what is the direction of the torque? Perpendicular from the plane containing force and R. അപ്പോൾ ഒന്നുകൂടെ പറയാം. റൈറ്റ് ഹാൻഡ് എടുക്കുക, ടേക്ക് ഓൾ യുവർ 4 ഫിംഗേഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് റേഡിയസ് വെക്റ്റർ. ഇങ്ങനെ വെച്ചു. ഇനി എന്തിലേക്ക് ചുരുട്ടുക? ഫോഴ്സ് വെക്ടറിലേക്ക് ചുരുട്ടുക. അപ്പോൾ തമ്പ് കാണിക്കുന്ന ഡയറക്ഷൻ അതാണ് ടോർക്കിൻ്റെ ഡയറക്ഷൻ. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ് ഫ്രം ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഫോഴ്സ് ആൻഡ് റേഡിയസ്. ഇത്രയേ ഉള്ളൂ ടോർക്കിൻ്റെ ഡയറക്ഷൻ. വീണ്ടും ഒരു ഇലസ്ട്രേഷൻ നോക്കാം. നേരത്തെ വരച്ച അതേ ഫിഗറാണ്. പോയിന്റ് ബിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, റേഡിയസ് ഇത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ടോർക്ക് കണ്ടുപിടിക്കാൻ? ഫസ്റ്റ് പോയിന്റ്, എക്സ്റ്റെൻഡ് ദ ലൈൻ ഓഫ് ആക്ഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ഡ്രോ എ റേഡിയസ് വെക്റ്റർ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ദെൻ അഗെയിൻ എക്സ്റ്റെൻഡ് ഇറ്റ്. സോ again I am extending it. So this is radius vector. So radius vector, or this is also force vector. അത് ഞാൻ എന്താ ഇവിടെ മാറ്റി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. So this is force vector and this is radius vector. ഇത് തന്നെ ഞാൻ എടുത്ത് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ to find the direction of the torque. എങ്ങനെയാണ് direction of the torque കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇലസ്ട്രേഷൻ പറയുകയാണ്. ഇത് പോയിന്റ് ബി. നമ്മൾ നേരത്തെ വരച്ച ഫിഗറാണ് പോയിന്റ് ബി. സെക്കൻഡ് ഇലസ്ട്രേഷൻ. ഈ പോയിന്റ് ബി ഇവിടെ നോക്കുന്നു. പോയിന്റ് ബി ഇവിടെ നോക്കുക എന്താ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ടോർക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരച്ചു. ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരച്ചു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? റേഡിയസ് വെക്ടർ വരയ്ക്കണം. എവിടുന്ന്? ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലേക്കൊരു റേഡിയസ് വെക്ടർ. ആ റേഡിയസ് വെക്ടറും ഞാൻ വരച്ചു. അതേ വെക്ടർ ഡയഗ്രമാണ് ഞാനിവിടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഫോഴ്സ് വെക്ടർ, റേഡിയസ് വെക്ടർ. നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഡിറക്ഷൻ ഓഫ് ദ ടോർക്ക്. എന്താണ് മെത്തേഡ്? പ്ലേസ് ഓൾ ദ 4 ഫിംഗേഴ്സ് ഓഫ് ദ റൈറ്റ് ഹാൻഡ്. എവിടെ വയ്ക്കണം? റേഡിയസ് വെക്ടറിൽ വയ്ക്കണം. എന്നിട്ട് എങ്ങോട്ട് ചുരുട്ടണം? ഫോഴ്സ് വെക്ടറിലേക്ക് ചുരുട്ടണം. സോ പ്ലേസ് ഓൾ ദ 4 ഫിംഗേഴ്സ്. ഇങ്ങനെ വച്ചാലേ ഇങ്ങോട്ട് ചുരുട്ടാൻ പറ്റൂ, ഇങ്ങനെ വച്ചാൽ ഒരിക്കലും ഇങ്ങോട്ട് ചുരുട്ടാൻ പറ്റില്ല. സോ പ്ലേസ് ഓൾ ദ 4 ഫിംഗേഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ റേഡിയസ് വെക്ടർ. റൊട്ടേറ്റ് ഇറ്റ് ടുവേർഡ്സ് ദ ഫോഴ്സ് വെക്ടർ. സോ റൊട്ടേറ്റിംഗ് ടുവേർഡ്സ് ദ ഫോഴ്സ് വെക്ടർ. തമ്പ് കണ്ടോ? തമ്പ് എങ്ങോട്ടാണ്? തമ്പ് ഈസ് ടുവേർഡ്സ് ദ പ്ലെയിൻ, ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. സോ വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ ടോർക്ക്? Direction of the torque is into the plane of paper containing 2 vectors R and F. So രണ്ട് കേസിലും നമ്മൾ നോക്കി. ഈ കേസിൽ എങ്ങനെയാണ് ടോർക്ക്? പെർപെൻഡിക്കുലർലി ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഈ കേസിൽ എങ്ങനെയാണ്? പ്ലേസ് ഓൾ ദ 4 ഫിംഗേഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ റേഡിയസ് വെക്ടർ. റൊട്ടേറ്റ് ഇറ്റ് ടുവേർഡ്സ് ഫോഴ്സ്. Thumb represents torque which is into the plane of paper. Thumb represents torque which is into the plane of paper, which means direction of the torque is always perpendicular to the plane containing R and F. Direction of the torque is always perpendicular to the plane containing R and F. അപ്പോൾ നമ്മൾ അങ്ങനെ ടോർക്കിൻ്റെ ഡയറക്ഷൻ ഏത് വെക്ടർ ഡയഗ്രാം ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ടോർക്കിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഏത് കേസിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ആംഗിൾ എടുക്കേണ്ടത് ഈ രണ്ട് കേസിലും ആംഗിൾ 90 ആണ്. ആംഗിൾ ഡിഫറെൻറ്റ് കേസാണ്. ഞാൻ അടുത്ത സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമ്മളിനി ഇവിടെ പറയാൻ പോകുന്നത്, ഈ ഒരു പോയിന്റിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഐ എം ഗോയിങ് ടു ഫൈൻഡ് ദ ടോർക്ക് അബൌട്ട് ഒറിജിൻ. സോ ഒബ്സർവർ ഈസ് അറ്റ് ഒറിജിൻ ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ഫൈൻഡ് ദ ടോർക്ക്. നോക്കുക, ഇങ്ങനെയാണ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ
നമ്മുടെ എന്തായാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എവിടെയാണ് നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒറിജിനിൽ. സോ ഒബ്സർവർ ഒറിജിനിലാണ്. സോ ദിസ് ഈസ് ദ റെഫറൻസ് പോയിന്റ്. ഡ്രോ ദ റേഡിയസ് വെക്റ്റർ ഫ്രം ദ ഒറിജിൻ. Draw the radius vector from the origin, but that should be perpendicular to the line of action of force. അപ്പോൾ ഓൾറെഡി ഒരു ഫോഴ്സ് വെക്ടർ ഇവിടെ വരച്ചിട്ടുണ്ട്. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോഴ്സ് വെക്ടറിനെ അതിൻ്റെ ഡയറക്ഷനിലൂടെ അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ വി ഹാവ് ടു ഡ്രോ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. സോ ഞാനിവിടെ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരച്ചു. ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വി ഹാവ് ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. വി ഹാവ് ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. സോ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒബ്ജക്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്, ഒബ്സർവർ ഇവിടെയാണ്. സോ ദിസ് ഈസ് ഒബ്സർവർ. ഒറിജിനിൽ നിന്നാണ് ഒബ്സർവർ നിൽക്കുന്നത്. സോ നമ്മൾ എന്താ വയ്ക്കുന്നത്? ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോവാണ്. ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. സോ ദിസ് ഈസ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ നമ്മളിവിടെ വരച്ചു. സോ ഇതാണ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. ആ പൊസിഷൻ വെക്റ്ററിനെ ഞാൻ R എന്ന് വിളിച്ചു. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ ഇതാണ്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. സോ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്തു. സോ ദിസ് ഇസ് റേഡിയസ് വെക്റ്റർ. പക്ഷേ ഇത് പെർപെൻഡിക്കുലർ അല്ല, ഇത് പൊസിഷൻ വെക്റ്ററാണ്. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. So this is the angle between the position vector and F. ഈ ആംഗിൾ തീറ്റയാണ് എങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ടോർക്കിൻ്റെ ഫോർമുല? ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? R ക്രോസ് F. അപ്പോൾ ദാറ്റ് ഈസ് R F സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. RF സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. ഇതിനെ ഞാനൊന്ന് മാറ്റി ഇങ്ങനെ എഴുതുകയാണ്. F R സൈൻ തീറ്റ. ഈ സൈൻ തീറ്റ നോക്കുക. എഫ് ആർ സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. ഇപ്പോൾ ഇവിടെ ടേം ഉണ്ട് എന്താണ്? ആർ സൈൻ തീറ്റ. ഇനി നിങ്ങൾ നോക്കുക, ഒറിജിനിൽ നിന്ന് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതുണ്ട്. ഈ ഡിസ്റ്റൻസിനെ തൽക്കാലം ഡി എന്ന് വിളിക്കുക. ഒറിജിനിൽ നിന്ന് ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ ഡി എന്ന് വിളിക്കുക. എന്നിട്ട് ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക. ഈ പോയിന്റ് ഒ, ഇതിനെ ബി എന്ന് വിളിക്കുക, ഇതിനെ സി എന്ന് വിളിക്കുക. സോ കൺസിഡർ ട്രയാങ്കിൾ ഒ ബി സി. ഒ ബി സി. കൺസിഡർ ട്രയാങ്കിൾ ഒ ബി സി. അപ്പോൾ നോക്കുക, വാട്ട് ഈസ് സൈൻ തീറ്റ ഹിയർ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഡി ബൈ ആർ. അപ്പോൾ വാട്ട് ഈസ് ഡി? ഡി ഈസ് വാട്ട്? ആർ സൈൻ തീറ്റ. നോക്ക്, ആർ സൈൻ തീറ്റ. സോ this is F into D. F into D. This is force and what is D? Perpendicular distance. So what is torque? Torque is equal to force into perpendicular distance. ഈ perpendicular distanceനെ നമ്മൾ എന്തായിട്ട് എഴുതിയിരുന്നു നേരത്തെ? R sin theta. So this is a derivation of torque when a force is applied on a body and observer is watching from the origin. So torque is equal to R cross F. And we have proved that D is R sin theta, which is a perpendicular distance. അപ്പോൾ ഈ സെഷൻ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ടോർക്കിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Now we will go to the next session, angular momentum with a brilliant demonstration, gyroscope.